ഡ്രൈവിംഗ് പഠിക്കുന്നവർ ഇതൊന്ന് ശ്രദ്ധിക്കൂ. ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കാർ ഡ്രൈവിംഗിൽ നിങ്ങളെ ഞാൻ ഡ്രൈവ് ചെയ്ത് കാണിക്കുന്നത് ഒരുപാട് പേർക്ക് വളവുകളിൽ സ്റ്റിയറിംഗ് എത്ര തിരിക്കണമെന്ന് അറിയത്തില്ല. അതുപോലെ തന്നെ വളവുകളിൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് ക്ലച്ചും ബ്രേക്കും ആക്സിലറേറ്ററും എങ്ങനെയാണ് കൺട്രോൾ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് റോഡിൽ ചെറിയതും വലിയതുമായിട്ടുള്ള വളവുകൾ വരും. അപ്പോൾ ഇവിടെ എങ്ങനെ നമുക്ക് ശരിയായ രീതിയിൽ സ്റ്റിയറിങ്ങും ക്ലച്ച് ബ്രേക്ക് ആക്സിലറേഷൻ ഒപ്പം തന്നെ ഗിയറും നമുക്ക് ഏത് തരത്തിൽ സെലക്ട് ചെയ്യണമെന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ ഒന്ന് മനസ്സിലാക്കാം. പതിവ് പോലെ വീഡിയോ ഒന്ന് കാണുക. ഇഷ്ടമായെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതിയിടണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അറിവുകൾ നമ്മുടെ ചാനലിൽ നിന്ന് ലഭിക്കാനായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഒന്ന് ഓളമർത്തിയിട്ടാൽ വൈകുന്നേരം കൃത്യമായിട്ട് 7 മണിക്ക് നമ്മുടെ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് വീഡിയോകൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണാൻ കഴിയുന്നതാണ്. അപ്പം നേരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. നമ്മുടെ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു. കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കുന്നു. ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് വളവുകളിൽ സ്റ്റിയറിങ്ങിൻ്റെ തിരിവും അതുപോലെ തന്നെ വളവുകളിൽ നമുക്ക് വണ്ടി ഓടിക്കുന്ന സമയത്ത് ആവശ്യമുള്ളതാണ്. ഏത് സാഹചര്യത്തിൽ ബ്രേക്കിലും ക്ലച്ചിലേക്കും വരണം, ബ്രേക്ക് മാത്രം യൂസ് ചെയ്യണം. ചില സാഹചര്യങ്ങളിൽ ക്ലച്ച് മാത്രം യൂസ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ നമുക്ക് ആക്സിലറേഷൻ കുറച്ചും കൂടുതലായിട്ട് കൊടുത്ത് വളവുകൾ തിരിയേണ്ട സാഹചര്യം വരും. ഗിയർ ഇടുന്ന സമയത്ത് ഏത് ഗിയർ സെലക്ട് ചെയ്യണമെന്ന് നമുക്ക് ഓരോ റോഡ് വെച്ച് മനസ്സിലാക്കണം. അപ്പോൾ അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഈ റോഡിൽ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിക്കാം. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് വാഹനം എടുക്കുകയാണ്. റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ട് നമ്മൾ റോഡിലേക്ക് പ്രവേശിക്കുന്നു. ഇപ്പം ഇറക്കം കൂടിയ റോഡായതുകൊണ്ട് തന്നെ ജസ്റ്റ് ബ്രേക്ക് എന്ന് അയച്ചപ്പോൾ നമ്മുടെ വണ്ടി നീങ്ങി. എന്നിട്ട് പതുക്കെ ഞാൻ ക്ലച്ച് എന്ന് റിലീസ് ചെയ്യാണ്. ഓക്കെ, റിലീസ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പം നമുക്ക് സ്ട്രെയിറ്റ് റോഡാണ്. ഇനി വീണ്ടും ക്ലച്ച് ഓട്ടി കഴിഞ്ഞാൽ ഇറക്കം ആയതുകൊണ്ട് തന്നെ സെക്കൻഡ് ഗിയറിലേക്ക് ഇടാം. ആക്സിലറേഷൻ കൊടുക്കണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, ഇനി ക്ലച്ച് എന്ന് അയച്ചു. വീണ്ടും ഞാൻ ആക്സിലറേഷൻ പെഡലിലേക്ക് വരികയാണ്. വീണ്ടും ഞാൻ ഇതേ ആക്സിലറേഷൻ കൊടുത്തു പോകുന്നു. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇത്തരത്തിൽ ഓടിച്ചു പോകുന്ന ഒരു റോഡിലാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. കൈ ഇത്തരത്തിലൊരു 10-10 പൊസിഷനിൽ നിങ്ങൾ പിടിക്കുക. അത് ഈ ഒരു മോഡൽ. എന്നിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇപ്പം ഞാനിവിടെ വണ്ടി സൈഡിലേക്ക് ഒന്ന് ഒതുക്കുകയാണ്. ഇവിടെയൊക്കെ നമുക്ക് തിരിക്കേണ്ട സാഹചര്യങ്ങളിൽ ഒരുപാട് തിരിച്ചു കൊടുക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ ഇല്ല. കണ്ടില്ലേ? കാരണം റോഡ് അത്യാവശ്യം നേരെയാണ്, എന്നാൽ ചെറിയ വളവുകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള റോഡുകളിൽ നമ്മൾ ഈ 10-10 പൊസിഷൻ പിടിച്ചാൽ മതി. അത്യാവശ്യം തേർഡ് ഗിയറിൽ നമുക്ക് പോകാം. ഇപ്പോൾ സെക്കൻഡും കൊടുത്തു. അതിനുശേഷം വീണ്ടും ഞാൻ തേർഡ് ഗിയർ കൊടുത്തത് ലൈറ്റ് ആക്സിലറേഷൻ കൊടുത്താണ് പോകുന്നത്. ഇനി ഇവിടെ നിന്ന് റൈറ്റ് സൈഡിലേക്ക് ചെറുതായിട്ടൊന്ന് തിരിയുന്നു. നിങ്ങൾ നോക്കുക, റൈറ്റ് സൈഡിലേക്ക് ചെറുതായിട്ടൊന്ന് തിരിയുന്നു. ഇനി നിങ്ങൾക്ക് അത് കുറച്ചും കൂടെ എളുപ്പത്തിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേ കൈ ഇങ്ങനെ 9-3 പൊസിഷനിൽ പിടിച്ചിട്ട് ഇത് ഇടത്തേക്കാണെങ്കിൽ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് തിരിച്ചു കൊടുക്കുക. എന്നിട്ട് ആ സമയത്ത് നമ്മൾ വലത്തെ കൈ ഒന്ന് ഫ്രീ ആക്കി കൊടുക്കുക. വീണ്ടും ജസ്റ്റ് നേരെയാക്കുക. ഇവിടെ നല്ലൊരു വളവുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ഇത്തരത്തിൽ വരുന്ന വളവുകൾ ഇങ്ങനെ എടുത്തെടുത്ത് തിരിക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, ഇനി നിങ്ങൾ നോക്കുക, ഞാനിത് ഇപ്പോൾ നല്ല അത്യാവശ്യം ഒരു വളവിലേക്ക് വരികയാണ്. കയറ്റം കൂടി ഒരു വളവാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള റോഡിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ആദ്യം ബ്രേക്ക് പെഡലിലേക്ക് വരിക. 9-3 പൊസിഷനിലേക്ക് വരിക. എന്നിട്ട് തേർഡിലാണ് പോകുന്നതെങ്കിൽ കറക്റ്റായിട്ട് വലിയ വളവുകളാണെങ്കിൽ സെക്കൻഡ് ഗിയർ കൊടുക്കുക. ഓക്കെ, സെക്കൻഡ് ഗിയർ കൊടുത്തിട്ട് എന്ത് ചെയ്യുക? നമ്മൾ ഈ വളവ് തിരിയുക. ഇപ്പം നിങ്ങൾ നോക്കിയേ, ഞാനിവിടെ സ്റ്റിയറിംഗ് എടുത്തെടുത്ത് തിരിച്ചാണ് ഈ വളവ് തിരിയുന്നത്. അതുകൊണ്ടോ ഇടത്തെ സൈഡിലേക്ക് എടുത്തെടുത്ത് തിരിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇവിടെ പതിയെ ആക്സിലറേഷൻ കൊടുത്ത് സ്റ്റിയറിംഗ് നേരെയാക്കുകയാണ്. കണ്ടോ? അപ്പോൾ ഇത്തരത്തിലുള്ള വളവിൽ നിങ്ങൾ തിരിയുമ്പോൾ ശ്രദ്ധിക്കുന്നത്, അത്യാവശ്യം വലിപ്പമുള്ള ഒരു വളവിലാണ് നമ്മൾ തിരിയുന്നതെങ്കിൽ പരമാവധി സെക്കൻഡ് തിരിയുക. ഇപ്പം ഞാൻ വീണ്ടും നിങ്ങളെ അത് കാണിക്കാം. ഇപ്പോൾ റോഡ് സ്ട്രൈറ്റ് ആയി. വീണ്ടും എന്ത് ചെയ്യുന്നു? ഞാൻ തേർഡ് ഗിയറിലേക്ക് ഇടുന്നു. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നു? ഇവിടെ നമുക്ക് ജസ്റ്റ് ഇത്രയും തിരിച്ചാൽ മതി. ഇനി വീണ്ടും ഇവിടെ നല്ല രീതിയിലുള്ള ഒരു വളവാണ് വരുന്നത്. പക്ഷെങ്കിൽ ഒരു കയറ്റമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് തേർഡ് ഗിയറിൽ ഇവിടെ തിരിയാം. നിങ്ങൾ നോക്കുക, പതിയെ ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ വലത്തെ സൈഡിലേക്ക് തിരിയാം. അപ്പം ഒരു നിരപ്പായിട്ടുള്ള റോഡിലുള്ള ചെറിയ വളവുകളാണെങ്കിൽ നമുക്ക് വരുന്ന ഒരു തേർഡിലാണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് തിരിയാൻ കഴിയും. എന്നാൽ അങ്ങനെയുള്ള ഒരു വളവ് നിരപ്പായിട്ടുള്ള റോഡിൽ നിങ്ങൾ വരുമ്പോൾ ഒരു ഫോർത്ത് ഗിയറിലാണെങ്കിൽ പ്രോപ്പറായിട്ട് നമ്മൾ തേർഡ് ഗിയർ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഫോർത്ത് ഗിയറിൽ ഇത്തരത്തിലുള്ള വളവുകൾ തിരിയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് വരും. വണ്ടി ഓഫായി പോകാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട്. അത് നിങ്ങൾ ഓർക്കുക. ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ വീണ്ടും ഫോർത്ത് ഗിയറിലേക്ക് ഇടുന്നു. ഇനി ഇവിടെ നിങ്ങൾ നോക്കുകയും മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്കിവിടെ റൈറ്റ് സൈഡിലേക്ക് ചെറിയൊരു വളവ് വരികയാണ്. ഇങ്ങനെയുള്ള വളവുകൾ ഇറക്കം കൂടിയ വളവാണെങ്കിൽ ബ്രേക്ക് പെഡലിലും ജസ്റ്റ് ക്ലച്ച് പെഡലിലേക്കും കാലെടുത്ത് വെച്ചേക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? ഇങ്ങനെ എടുത്തെടുത്ത് വലത്തെ സൈഡിലേക്ക് തിരിക്കുക. അപ്പം നമുക്ക് ചെറിയ വളവുകൾ തിരിയാം. എന്തിനാണ് ക്ലച്ചിലും ബ്രേക്കിലേക്കും വരണമെന്ന് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇത്തരത്തിലുള്ള ഒരു വളവ് തിരിഞ്ഞ് കയറി വരുന്ന സമയത്ത് ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വണ്ടി നിർത്തണം. പെട്ടെന്ന് നിർത്തി. കണ്ടോ? അപ്പം നമ്മൾ അവിടെ ക്ലച്ചിൽ ഓൾറെഡി വന്നു, ബ്രേക്കിലും വരുന്നതുകൊണ്ട് നമുക്ക് ക്വിക്കായിട്ട് വാഹനത്തെ നിർത്താൻ കഴിയും. അപ്പോൾ ഒരു ഇറക്കം കൂടിയ വളവാണെങ്കിൽ, ചെറിയ വളവുകളാണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങളുടെ കാല്
ക്ലച്ചിലും ബ്രേക്കിലും ഉണ്ടായിരിക്കും. ഇപ്പോൾ ചെറിയൊരു വളവാണ്, അതുകൊണ്ടാണ് നമ്മൾ 4th ഗിയറിൽ ഇറങ്ങി വന്നത്. എന്നാൽ വളവ് ഇങ്ങനെ നല്ല രീതിയിലുള്ള ഒരു ടേൺ ആയിട്ടുള്ള ഇറക്കം കൂടിയ വളവാണെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് 4th ഗിയറിൽ ഇറങ്ങി പോകാൻ കഴിയില്ല. അവിടെ നമുക്ക് വേണ്ടത് ഒരു 3rd or 2nd ഒക്കെ ആയിരിക്കും. ഏറ്റവും ഉചിതം 2nd ഗിയർ ആയിരിക്കും. കാരണം നല്ല രീതിയിലുള്ള ഒരു ടേണും നല്ലൊരു ഇറക്കമാണെങ്കിൽ നമുക്ക് അവിടെ 2nd ഗിയർ ആയിരിക്കും നല്ലത്. എന്നാൽ ഇത്തരത്തിലുള്ള ചെറിയ വളവുകളൊക്കെയാണ് നമ്മൾ കാണുന്നതെങ്കിൽ ജസ്റ്റ് 4th ഗിയറിൽ വരിക, നമ്മളുടെ ഇടത്തെ കാല് ക്ലച്ചിലും ബ്രേക്കിലുമായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള വളവുകൾ എടുക്കാനായിട്ട് കഴിയുന്നതാണ്. ഓക്കെ, ഇനി നിങ്ങൾ നോക്കുക, ഞാനൊരു ജംഗ്ഷനിലേക്ക് എൻ്റെ വണ്ടി വരുന്നു, ജസ്റ്റ് എൻ്റെ കാല് ക്ലച്ചിലും ബ്രേക്കിലും വരുവാണ്. ചിലപ്പോൾ നമുക്ക് ഇവിടെ നിർത്തണം, കണ്ടോ? ഇപ്പോൾ ഇവിടുന്ന് ഒരു വണ്ടി പോയി, അതുകൊണ്ട് എൻ്റെ കാല് ക്ലച്ചിലും ബ്രേക്കിലും വന്ന് ഇവിടുന്ന് ഒരു വണ്ടി വരുന്നുണ്ട്, കണ്ടോ? അപ്പം നമുക്കിവിടെ നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ ആണ് വരുന്നതെങ്കിൽ ക്ലച്ചിലേക്ക് ബ്രേക്കിലേക്ക് വരിക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കുക, 2nd വരുന്നു, ഞാൻ വീണ്ടും 3rd ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ, ഇറക്കം കൂടിയ ഒരു റോഡാണ്. ഇനിയിപ്പോൾ ഞാനിങ്ങനെ തേടി പോകുന്നു, ഇവിടെ മുന്നിലേക്ക് ചെറിയൊരു വളവും ഒരു കയറ്റവുമാണ് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ ഈസി ആയിട്ട് 3rd ഗിയറിൽ പോകാം. നിങ്ങൾ നോക്കുക, 3rd ഗിയറിലാണ് ഞാൻ എൻ്റെ വണ്ടി ഇപ്പം കയറിപ്പോയിക്കൊണ്ടിരിക്കുന്നത്, കണ്ടോ? ഈസി ആയിട്ട് തന്നെ നമുക്കിവിടെ പോകാം. എന്നാൽ നിങ്ങൾ ഓടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതൊരു കോൺഫിഡൻറ്റ് കുറവാണെങ്കിൽ ഇത്തരത്തിലുള്ള വളവ് വരുമ്പോൾ എന്ത് ചെയ്യണം, 3rd നിന്ന് 2nd ഗിയറിലേക്ക് അങ്ങ് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കുറേ കൂടെ ആത്മവിശ്വാസവും, വണ്ടി വളരെ പതിയെയും പോകും. നമുക്ക് ഈസി ആയിട്ട് ഇത്തരത്തിലുള്ള വളവുകൾ എടുക്കുന്ന സമയത്ത് ഇത്തരത്തിൽ എടുത്തെടുത്ത് തിരിച്ചാൽ നമുക്കത് ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. ഇപ്പോൾ വീണ്ടും മറ്റൊരു വളവ് നിങ്ങളെ കാണിക്കാം. ഇപ്പോൾ 3rd ഗിയറിലേക്ക് ഞാൻ ഷിഫ്റ്റ് ചെയ്യുന്നു, ഇപ്പോൾ ഇങ്ങനെ പോവുകയാണ്. അതെ, അവിടെ മുന്നിലായിട്ട് ചെറിയൊരു വളവുണ്ട്. അപ്പം ആ വളവിലാണെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് കുറേ കൂടെ ഉചിതം ഏതാണ്, 3ഡിനേക്കാളും നല്ലത് ഏതാണ്, 2nd ആണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മൾ നേരത്തെ തന്നെ ക്ലച്ചിലേക്ക് വരുന്നു, 2nd ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു വളവ് ഇത്തരത്തിൽ ലെഫ്റ്റ് സൈഡ് മാക്സിമം ചേർന്നിട്ട് ഇത്തരത്തിൽ നമ്മൾ തിരിഞ്ഞ് വരികയാണ്, കണ്ടോ? വീണ്ടും ബ്രേക്കിലേക്ക് വരുന്നു. ഇനി നിങ്ങൾ നോക്കുക, താഴോട്ട് വന്നു വീണ്ടും ഇടത്തേക്കൊരു വളവുണ്ട്, ഇറക്കം കൂടിയ റോഡാണ്, അത്യാവശ്യം സ്ട്രെയിറ്റ് റോഡുമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 3rd ഗിയർ ഇട്ട് കൊടുക്കാം, കണ്ടോ? എന്നിട്ട് ഇടത്തേക്കാലും ക്ലച്ചിലും വലത്തേക്കാലും ബ്രേക്കിലും കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ തിരിഞ്ഞിറങ്ങാം. വണ്ടികളില്ല എന്ന് ഉറപ്പ് വരുത്തുക, അതിനുശേഷം ക്ലച്ചിൽ നിന്ന് കാല് അയച്ച് മാറ്റുക. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെ ചെറിയൊരു ചെളിവെള്ളമുണ്ട്, അതുകൊണ്ട് ഞാൻ 2nd ഗിയറിലേക്ക് ഇട്ടുന്നു. കാരണം എന്താണ്, അവിടെ നമുക്ക് ആ ചള്ള മറ്റാൾക്കാരുടെ ദേഹത്ത് തെറിക്കാൻ പാടില്ല. അപ്പോൾ 2nd ഗിയർ ഇട്ട വാഹനത്തെ നമ്മൾ സ്ലോ ചെയ്യുകയാണ്. ഇനി ഒരു ജംഗ്ഷനിൽ നിന്നുള്ള ഒരു റൈറ്റ് ആണ്, നല്ലൊരു വളവാണ്. അപ്പോൾ ഇവിടെ എങ്ങനെ ഇറങ്ങണം, ഇവിടെ നമ്മൾ കൃത്യമായിട്ട് 1st ഗിയറിലേക്ക് ഇടുക. എന്നിട്ട് എന്ത് ചെയ്യുക, റൈറ്റ് ഇൻഡിക്കേറ്റർ ഇപ്പോൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ എടുത്തെടുത്ത് തിരിച്ച് പതിയെ തിരിഞ്ഞ് റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് വന്നാലുടൻ തന്നെ നേരെയാക്കി കൊടുക്കുക. എന്തിനാണ് ഇത്തരത്തിലുള്ള ടേണുകളിൽ നമ്മൾ 1st ഗിയർ കൊടുക്കാൻ പറയുന്നത്? നമ്മളുടെ വാഹനത്തിൻ്റെ വേഗതയെ നമുക്ക് തീർത്തും സ്ലോ ചെയ്യണം. സ്ലോ ചെയ്യാനായിട്ട് നമ്മൾ ബ്രേക്കിൽ മാത്രം വന്നു നമ്മളൊരു 3rd ഗിയറിലാണ് വരുന്നതെങ്കിൽ ഒരിക്കലും വണ്ടിയുടെ വേഗത സ്ലോ ആകില്ല. അപ്പോൾ അതിനെപ്പോഴും നമ്മൾ 1st ഗിയർ കൊടുത്ത ഒരു ജംഗ്ഷനിൽ നിന്ന് അടുത്തൊരു ടേൺ നിങ്ങൾ കൃത്യമായിട്ടും എടുക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ. ഒരു കയറ്റത്തോട് കൂടിയ വളവാണെങ്കിൽ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് 2nd ഗിയർ കൊടുത്ത് ഇങ്ങനെ കയറുക. ഒരു നിരപ്പത്തായിട്ടുള്ളൊരു വളവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് സ്ട്രെയിറ്റ് റോഡിൽ വരുന്ന സാഹചര്യത്തിൽ 3ഡിലാണ് വരുന്നതെങ്കിലും നിരപ്പായിട്ടുള്ള വളവുകൾ നമുക്ക് 3ഡിൽ കയറി പോകാം. ഇനി ചെറിയ ഇറക്കങ്ങളിൽ കാണുന്നൊരു വളവാണെങ്കിൽ നമുക്ക് 3ഡിലും 4ത്തിലുമായിട്ട് തിരിയാനായിട്ട് കഴിയും. ചെറിയ ഇറക്കങ്ങളിൽ ഉള്ളതാണെങ്കിൽ ആ ഒരു സമയത്ത് നമ്മളുടെ ഇടത്തെ കാല് ക്ലച്ച് പെഡലിലേക്ക് വെച്ചേക്കുക. വളവായതുകൊണ്ട് ഓപ്പോസിറ്റ് ഒരു വണ്ടി കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒരു ഗിയർ ഡൗൺ ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മളുടെ വാഹനത്തെ സ്ലോ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരും. അതിനുവേണ്ടിയാണ് നമ്മൾ ക്ലച്ച് കാല് വെക്കാൻ പറയുന്നത്. വാഹനം പോയതിന് ശേഷം ക്ലച്ചിൽ നിന്ന് കാല് റിലീസ് ചെയ്ത് ഫ്ലോറിലേക്ക് വെക്കാനായിട്ട് ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളവിൽ നന്നായിട്ട് വണ്ടി ഡ്രൈവ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.